ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഡിസംബറിൽ നാട്ടിൽ പോയ സമയത്ത് ബുഷ് കൊച്ചുമ്മയുടെ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വ്ളോഗാണിത്. അങ്ങോട്ട് പോണ വഴിക്ക് ഞങ്ങൾ വേറൊരു കൊച്ചുമ്മയുടെ വീട്ടിൽ കയറിയിട്ടാണ് പോയത്. അപ്പോൾ അവർ തൊടുപുഴയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ആദ്യം പോയത് അമ്രാച്ചിരി ഉമ്മയുടെ 5ാമത്തെ അനിയത്തിയായ അമിന കൊച്ചുമിച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. ഉമ്മാക്ക് 7 അനിയത്തിമാരും പിന്നെ ഒരു ഇത്താത്തായും 3 ആങ്ങളമാരും ആണുള്ളത്. അങ്ങനെ ഞങ്ങൾ അമിനാച്ചിയുടെ വീട്ടിലെത്തി. പിന്നെ അമിനാച്ചിക്ക് 3 മക്കളാണ്. മൂത്ത മോനാണിത്, മോനു. പിന്നെ ചെറിയൊരു മോനുണ്ട്, അവൻ സ്കൂളിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് മോൻ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു മോളും കൂടെ ഉണ്ട്. അവളുടെ കല്യാണം ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് കുറച്ച് നാൾ മുമ്പായിരുന്നു. ഇതാണ് അമീന കൊച്ചുമ്മ. പിന്നെ കൊച്ചാച്ചി അകത്തിരിക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കൊച്ചുമിച്ചിയുടെ മോള് പൈങ്കിളിയുടെ കല്യാണ ആൽബമൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഞങ്ങൾ പോയത് ബുഷ് കൊച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. കൊച്ചുമിച്ചി താമസിക്കുന്നത് കോടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററൊക്കെ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് മുതലക്കുടം. ഇവിടെയായിരുന്നു എൻ്റെ സ്കൂളൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെയായിരുന്നു എൻ്റെ കിച്ചുമോൻ ജനിച്ചത്. ഇതാണ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂള്, സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ. ഇവിടെ ആയിരുന്നു കേട്ടോ ഞാൻ 5th മുതൽ 10th വരെ പഠിച്ചത്. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു റബ്ബർ ബാൻഡും പിന്നെ ഗ്ലൗസൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു കമ്പനിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് നിർത്തി. അവിടെ നിന്ന് കുറച്ച് ഫിംഗർ ക്യാപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സാധാരണ എന്തെങ്കിലും അരിയുമ്പോഴൊക്കെ ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ പറ്റില്ല, കൈ പെട്ടെന്ന് മുറിയും. ഈ കിടക്കുന്ന വലിയ പീസ് ഉണ്ടോ, അത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അവർ ഫിംഗർ ക്യാപ്പ് ആക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബുഷ് കൊച്ചിയുടെ വീട് എത്താറായിട്ടുണ്ട്. അപ്പം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പാലമാണ് കേട്ടോ ഇത്. അപ്പം ഇതിലെ വണ്ടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. ശരിക്കും അങ്ങോട്ടേക്ക് എത്താൻ വേറെ വഴിയുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ചുറ്റായതുകൊണ്ട് ഞങ്ങൾ ഈ വഴി ഷോർട്ട് കട്ടായിട്ട് വന്നതാണ്. അപ്പോൾ മൂന്ന് ഇറങ്ങിയിട്ട് സൈഡൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് കടന്നു പോയി. അങ്ങനെ ഇപ്പം ഞങ്ങൾ കൊച്ചുമ്മച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ബുഷ് കൊച്ചുമായും അമ്രാച്ചിയും ഒരേ പ്രായമാണ് കേട്ടോ. അവർ ഒരുമിച്ച് പഠിച്ചതൊക്കെയാണ്. പിന്നെ ബുഷ് കൊച്ചിക്ക് 2 മക്കളാണുള്ളത്, 2 ആൺകുട്ടികൾ. അതിൽ മൂത്തയാൾ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പം. പിന്നെ ഇളയാൾ സ്കൂളിൽ പോയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ കൊച്ചാവച്ചി ജോലിക്ക് പോയേക്കുമായിരുന്നു. ഞങ്ങൾ പോയി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പം ചോറ് കഴിക്കാൻ വേണ്ടി കൊച്ചാവച്ചി വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചത്. പിന്നെ ഈ വീട് പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര രസമുള്ള ഒരു വീടാണ്. കാരണം ഫ്രണ്ടിലൊക്കെ നല്ല വയലും ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഏകദേശം ഒരു 100 വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു തറവാടാണിത്.
ആ ഒരു പഴയ സ്റ്റൈൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ വലുതായിട്ടൊരു വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഈ മേളിലുള്ള റൂമൊന്നും അങ്ങനെ കിടക്കാനായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഇത് കൊച്ചുമിച്ചിയുടെ മൂത്ത മോൻ അമൽഷയാണ്. അച്ചു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇതാണ് ബുഷിക്കൊച്ചുമ്മ. ഈ മേളിൽ നിന്നുകൊണ്ട് ആ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ്. ഫുള്ള് പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ. പിന്നെ വേറെന്താ, അങ്ങനെ ഒരു രസമായിരുന്നു അവിടെ പിള്ളേർക്കൊക്കെ. അങ്ങനെ ഇവരങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ പോയിട്ട്. പിന്നെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കൊച്ചാവച്ചിക്കും കൊച്ചുമിച്ചിക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് കൃഷിയൊക്കെ ചെയ്യാൻ. പിന്നെ മീൻ വളർത്തലുണ്ട്. 2 കുളമുണ്ട് മീൻ വളർത്തുന്നത്. ഇവിടെ ഒന്നുണ്ട്, പിന്നെ അപ്പുറം വയലിൽ അതിൻ്റെ നടുക്ക് ചെറിയൊരു കുളമുണ്ട്, അവിടെയുണ്ട് കുറേ മീനൊക്കെ. കുറേ പച്ചക്കറിയുടെ വിത്തൊക്കെ കൊച്ചുമിച്ചി തന്നുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഇരുമ്പുളിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇരുമ്പുളി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇരുമ്പുളി അച്ചാറൊക്കെ ഉണ്ടാക്കിയത്. അച്ചു കുറേ ഇരുമ്പുളിയൊക്കെ പറിച്ചു തന്നു. പിന്നെന്താ, പാഷൻ ഫ്രൂട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഇതും ഒരു ചെറിയ കുളമാണ് കേട്ടോ. അതിനകത്തും ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ കാണാൻ. ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ മൊത്തം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു സന്തോഷമാണ് മനസ്സിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ. പിള്ളേർക്കൊക്കെ ഒരു അതിശയമായിരുന്നു, ഇവർ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ കുറേ ആ വരമ്പത്തോടെയൊക്കെ നടന്നു. പിന്നെ അതിൽ കൂടെ അങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കാൻ തന്നെ പിള്ളേർക്കൊന്നും അങ്ങനെ ശരിക്കും അറിയാനില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിലൊക്കെ അങ്ങ് കുറേ ദൂരം പോയി. എന്നിട്ട് പിന്നെ ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു. പിന്നെ മൂമിന് അവിടെ കിണർ കണ്ടപ്പോൾ അപ്പോൾ വെള്ളം കോരണം. എന്നിട്ട് പിന്നെ കുറേ സമയം വെള്ളം കോരലായിരുന്നു.
പിന്നെ അങ്ങനെ വയലൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു കയറി വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പോൾ വൈകുന്നേരം ആയിരുന്നു ഏകദേശം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബുഷ് കൊച്ചിയുടെ വീടും അവിടുത്തെ ആ ഒരു പച്ചപ്പും വയലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്